ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഹോം മെയ്ഡ് പഴംപൊരിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത്, ഒരു 2 സ്പൂണ് തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റോളം അത് വെച്ചാൽ മതിയാവും. നമ്മൾ പൊടി ഈസ്റ്റാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അതിലേക്ക് വേണ്ട 2 പഴമാണ്. അത്യാവശ്യം നന്നായി പഴുത്ത പഴം, എന്നാൽ ഓവർ പഴുക്കാത്ത പഴം തന്നെ നോക്കിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 3/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൈദ ഇതിൽ ചേർക്കുന്നേ ഇല്ല. പിന്നെ അതിന് പകുതി അരിപ്പൊടി, പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂണ് പഞ്ചസാര, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു അല്പം നന്നായി നൈസായി പൊടിച്ച ഏലക്കായുടെ പൊടി. ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റും പഞ്ചസാരയും അതും കൂടി ചേർത്ത് വെള്ളം അല്പാൽപ്പമായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പഴംപൊരിയിൽ നമ്മൾ മൈദ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്യണം. കടലമാവ് ഒരുവിധം കട്ടായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തു, അതെനിക്ക് പോരാ. ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് പൊന്തി കിട്ടും. ഒരുപാട് അങ്ങോട്ട് മൈദ പുളിച്ച് വരുന്ന മാതിരി ഒന്നും പുളിച്ച് വരത്തില്ല. അപ്പോൾ ഇതേപോലെ ആവുന്ന സമയത്ത് ബാറ്റർ നമ്മളൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യുക. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. നമ്മൾ ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതാ അല്പം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പഴം എടുത്തു. പഴം കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി നമ്മൾ കട്ട് ചെയ്താൽ മതി. പഴത്തിൻ്റെ കട്ട് ചെയ്ത പീസ് എണ്ണം കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഴം കട്ട് ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോട്ടലിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഒരു പഴം നമ്മൾക്കൊരു 6 പീസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു അല്പം മാത്രം അതൊന്ന് നമുക്ക് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത്രയും മാത്രം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പഴം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടില്ലേ, നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായാൽ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതേമാതിരി കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഇട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ പഴം ബാറ്ററിലേക്ക് ഓരോ പീസ് ഇട്ട് മുക്കി പൊരിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ 2 പീസാണ് ഇട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പഴം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടിഭാഗം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഈ ചട്ടകം കൊണ്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മൈദയും പുളിമാവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരി പോലെ നല്ലപോലെ അങ്ങനെ പൊന്തി വരുമൊന്നുമില്ല. എന്നാലും ഇത് ഒരുവിധമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തിയാണ്. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടില്ലേ, നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ 2 കൂടെ നമുക്ക് അതേപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കണ്ടീഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 2ാമത്തെ ട്രിപ്പും അതേപോലെ പൊരിച്ചെടുത്തു. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 പീസും ഞാൻ അതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വേറെ പഴം അതേപോലെ തന്നെ ഞാൻ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ഹോം മെയ്ഡ് പഴംപൊരി. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.